രാജാവിന്റെ അടുക്കലേക്ക് വന്ന ചെറുപ്പക്കാരൻ ചോദിച്ച ജോലി എന്താണെന്ന് അറിയാൻ വേണ്ടി നാട്ടുകാരാകെ പ്രതീക്ഷയിൽ നിൽക്കുന്നു. എല്ലാവരും വിചാരിച്ചു ഇയാൾ ചോദിക്കുന്ന ജോലി എന്തായിരിക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കാൻ രാജാവ് തയ്യാറാണ്. രാജാവ് ഇയാളുമായിട്ട് അത്രയും നല്ല ബന്ധത്തിലായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ചോദിച്ചത്? മഹാരാജാവും അത്ഭുതപ്പെട്ടു, ആളുകളും അത്ഭുതപ്പെട്ടു. എന്ത് ചോദിക്കുകയാണ്? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ മഹാരാജാവിന്റെ അടുക്കലേക്ക് പോയി വളരെ താഴ്മയോടെ പോയി കൊണ്ട് പറയുന്നു, രാജാവേ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ കൊട്ടാരത്തിലുള്ള വലിയ മന്ത്രി സ്ഥാനമല്ല, നിങ്ങളുടെ അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗങ്ങളൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഈ നാട്ടിലെ ആരും ഇഷ്ടപ്പെടാത്ത, ആരും ആഗ്രഹിക്കാത്ത ചെറിയൊരു ജോലിയാണ് എനിക്ക് വേണ്ടത്. എന്താണ് ആ ജോലി? ജോലി എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് ആളുകൾ മരിക്കുന്നല്ലോ. ആ മരിച്ച മയ്യത്തുകളെ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന ശ്മശാന ഭൂമിയില്ലേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖബർസ്ഥാൻ. ഈ ഖബർസ്ഥാനിന്റെ മേൽനോട്ടക്കാരനായി, അതിന്റെ കാവൽക്കാരായി എന്നെ നിയമിച്ചാൽ മതി. ആളുകൾ അത്ഭുതപ്പെട്ടു, മന്ത്രിമാർ അത്ഭുതപ്പെട്ടു. എന്ത് ജോലിയും ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് രാജാവിന്റെ അടുത്ത് ഈ ജോലി എന്താണ് ചോദിച്ചത്? ആ സമയത്ത് മഹാരാജാവ് ചിന്തിച്ചു, എന്താണ് ഇയാൾ ചോദിക്കുന്നത്, എന്തിനാണ് ഇയാൾ ചോദിച്ചത്? രാജാവ് പറഞ്ഞു, അതെല്ലാം ആലോചിച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത് ഈ ദിവസം മുതൽ നിന്നെ ഈ ഖബർസ്ഥാനിന്റെ മേൽനോട്ടക്കാരനായി, കാവൽക്കാരനായി നിന്നെ നിയമിച്ചിരിക്കുന്നു. അതുവരെ ഖബർസ്ഥാൻ കാവൽക്കാരനായി ആരുമില്ല. ആരെങ്കിലും ഒന്ന് മരിച്ചാൽ അവരെ കൊണ്ടുപോയി മറവ് ചെയ്ത് സാധാരണയിൽ തിരിച്ചു വരികയാണ്. അന്ന് മുതൽ അദ്ദേഹത്തിലേക്ക് പ്രത്യേകമായ ഉദ്യോഗം കൊടുക്കുന്നു. രാജാവിലേക്ക് ഇവന്റെ കുതന്ത്രങ്ങളൊന്നും അറിയില്ല, ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നു. മരിച്ച മയ്യത്തുകളെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് തിരിച്ചു വരുന്നു. ആ ഇടക്കാണ് അദ്ദേഹം പുതിയ ഒരു തന്ത്രം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ പോലെ, ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ഇന്നത്തെ ഭരണാധികാരികളെ പോലെ ചൂഷണങ്ങളുടെ വലിയ ഒരു തന്ത്രങ്ങൾ മെനയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ആ മരിച്ച വീട്ടുകാരോട് പറഞ്ഞു, ഇനി മുതൽ മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങനെ തന്നെ അടക്കി പോകാൻ കഴിയില്ല. മയ്യത്ത് അടക്കിയാൽ അത് നികുതി അടക്കണം, ഭൂമിക്ക് നികുതി അടക്കണം. ഇത് ഭൂമിയാണല്ലോ, ഈ ഭൂമിക്ക് നികുതി വരണം. അങ്ങനെ ആദ്യം ചെറിയ ചെറിയ സംഖ്യകൾ അവരിൽ നിന്ന്, മരിച്ച മയ്യത്തിന്റെ കുടുംബക്കാരിൽ നിന്ന് വസൂലാക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾക്ക് ചെറിയ ചർച്ച വിഷയമായി. പക്ഷെ എന്ത് ചെയ്യാനാണ്? രാജാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാജാവ് ഇയാൾ അത്ര നല്ല ബന്ധത്തിലാണ്. ആളുകൾ പറഞ്ഞതൊന്നും രാജാവ് സ്വീകരിക്കൂല, ഈ മനുഷ്യൻ പറഞ്ഞതിനെ രാജാവ് സ്വീകരിക്കൂ. അങ്ങനെ ആളുകളെ നോക്കിയിട്ട് അദ്ദേഹം നാട്ടിൽ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ അദ്ദേഹം ചില ആളുകളെ പറഞ്ഞേക്കും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാൻ, അയാളുടെ സാമ്പത്തിക നില നോക്കിയിട്ട് 1000ങ്ങളും അതുപോലെ തന്നെ 500-1000ങ്ങളൊക്കെ ഇങ്ങനെ വസൂലാക്കാൻ തുടങ്ങി. ആ ഇടക്കാണ് ഈജിപ്തിലാകെ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു മഹാരോഗം, ഒരു പകർച്ചവ്യാധി ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഓരോ ദിവസം 100-200 ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം ഇതിനെല്ലാം നല്ല മുതലെടുപ്പാക്കിയിട്ട് ഓരോ മയ്യത്തിൽ നിന്ന് ഇത്ര പൈസ തന്നാലേ മയ്യത്തിന് അടക്കാൻ കഴിയൂ. മയ്യത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അടക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇല്ലെങ്കിലും ഉണ്ടാക്കി പൈസ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് മാസങ്ങളോളം ഈ പകർച്ചവ്യാധി നാട്ടിലാകെ പരന്നു കിടന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില അങ്ങനെ വർദ്ധിച്ചു. കോടീശ്വരനായി മാറി, നാട്ടിൽ വലിയ കോടീശ്വരനായി. ഈ ചെറുപ്പക്കാർ ഇന്നലെ വരെ നാട്ടിലൂടെ ജീവിക്കാൻ വകയില്ലാതെ, ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത ചെറുപ്പക്കാരൻ ഈ മയ്യത്തിന്റെ ആളുകളിൽ നിന്ന് മയ്യത്തിലേക്ക് നികുതി ചുമത്തിയിട്ട് അദ്ദേഹം വലിയ കോടീശ്വരനായി മാറി. അങ്ങനെ നാട്ടിൽ നിന്ന് പകർച്ചവ്യാധികളൊക്കെ അങ്ങനെ ഇല്ലാതെയായി. നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരനായി മാറി ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ രാജാവിന് കറിഞ്ഞ് ഇദ്ദേഹം വലിയ കോടീശ്വരനാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിറയെ സമ്പത്തുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. അങ്ങനെയാണല്ലോ പണത്തിന് ഒരു പരന്തും പറക്കൂല എന്ന് ഒരു മലയാളത്തിൽ ഒരു ഗാഥയുണ്ട്. പൈസയുണ്ടായാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്ന ഒരു ടീം, ഹക്കും ബാത്തിലും നോക്കാതെ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്ന, ഇന്നും ഈ കാലത്ത് ലോകത്ത് മുഴുവനും അക്കാലം മുതൽ ഇക്കാലം ഇന്ന് വരെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. ആളുകൾ ഒരു വിഭാഗം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തിന് പിന്നിൽ ആളുകളായി. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിലേക്ക് വേണ്ടത് പൈസ കൈനിറയെ ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് രാജാധിപത്യമാണ്, അധികാരമാണ്, സ്ഥാനമാണ്. അങ്ങനെയാണ് സാധാരണ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. പൈസ ആയാൽ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടണം, സ്ഥാനം കിട്ടിയാലേ ജനങ്ങളുടെ വലിയ ആളാകാൻ കഴിയൂ എന്ന് വിചാരിച്ച് അദ്ദേഹം സ്ഥാനത്തിന് വേണ്ടി തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ആളുകൾക്ക്, പാവങ്ങളൊക്കെ കൂടി വശീകരിച്ച് കൈക്കൂലി കൊടുത്തിട്ട് അവർ അധികാരത്തിന് വേണ്ടി മെനക്കെടാൻ തുടങ്ങി. അങ്ങനെ ആ ഇടയ്ക്ക് രാജാവിന് സന്തോഷമായി. ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, ജനബെമ്പലം ഉണ്ടല്ലോ. ജനബെമ്പലമുള്ള ആളുകൾ പിന്നീട് ആളുകൾ കൂടും, രാജാവും കൂടും. എല്ലാവരും അങ്ങനല്ലേ? ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ കളികളൊക്കെ അങ്ങനെയാണ്. ജനബെമ്പലുള്ള ആളുകളെ പിടിച്ചിട്ട് സ്ഥാനം കൊടുക്കുന്നത്, മന്ത്രിയാക്കുന്നതിന്, അതിലൂടെ കാര്യലാഭം എടുക്കാൻ വേണ്ടി. അങ്ങനെ അപ്പൊ പെട്ടെന്നാണ് മഹാരാജാവ് അത് പട്ടാളത്തിന്റെ കാവൽക്കാരനായി നിയമിക്കുന്ന ഈ ചെറുപ്പക്കാരനെ.
പട്ടാളത്തിന്റെ മേലാധികാരിയായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ ഇദ്ദേഹത്തിന്റെ അക്രമങ്ങൾ നാടുടനീളം പൊരുത്താൻ തുടങ്ങി. അക്രമങ്ങൾ ഇങ്ങനെ അയച്ചുവിടാൻ തുടങ്ങി. ആളുകൾ പോയി മഹാരാജാവിനോട് പല ആവരാധികൾ പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചെറുപ്പക്കാരിൽ നിന്ന് പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണം. പക്ഷേ രാജാവിനൊന്നും കേൾക്കുന്നില്ല. രാജാവ് ഇദ്ദേഹം പറഞ്ഞതേ സത്യമായി സ്വീകരിക്കൂ, ജനങ്ങളുടെ പ്രജകളിൽ നിന്ന് യാതൊരു പരാതിയും സ്വീകരിക്കുന്നില്ല. അങ്ങനെ നാട്ടുകാർ മുഴുവനും രാജാവിനിക്ക് ലയനത്തിടാൻ തുടങ്ങി, രാജാവിനെ ശപിക്കാൻ തുടങ്ങി, രാജാവിനിക്ക് ആകെ ആക്ഷേപങ്ങൾ വരാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ രാജാവിനെയും മന്ത്രിയും പട്ടാളത്തെ എല്ലാം ഇയാൾ വശീകരിച്ചു കഴിഞ്ഞു. രാജാവിനിക്ക് പിന്നെ സംസാരിക്കാൻ ശേഷിയില്ല, രാജാവിനിക്ക് സംസാരിക്കാനുള്ള പവറില്ല. എല്ലാത്തിനും അടക്കി വിരിച്ചുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. ആ ഇടക്കാണ് രാജാവ് രോഗബാധിതനായി രാജാവ് മരിക്കുന്നു. രാജാവ് മരിക്കലോടുകൂടി തന്റെ പട്ടാളക്കാർ, തന്റെ മന്ത്രിമാർ എല്ലാവരും വശത്താക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാനാണ് രാജാവ്, ഞാനാണ് ഇവിടുത്തെ രാജാവാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം എല്ലാവരും വശീകരിച്ചുകൊണ്ട് രാജാധിപത്യത്തിലേക്ക് കയറി. രാജാധിപത്യത്തിലേക്ക് കയറുന്നതോടുകൂടെ അദ്ദേഹം ആദ്യം ചെയ്യുന്ന പണി എന്താണ്? തന്റെ പഴയ മന്ത്രിമാരെ, പഴയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും പിരിച്ചുവിട്ടു. പഴയ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല, ഇദ്ദേഹത്തിന് ശല്യമുണ്ടാകുമെന്ന് പഠിച്ച് പഴയ രാജാവിന്റെ ആളുകളെല്ലാം ഒന്ന് ഓടിച്ച് എല്ലാ രാജകൊട്ടാരത്തിൽ ഉദ്യോഗത്തിൽ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ആദ്യം ഇന്നലെ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന് ആ നാട്ടിൽ ആദ്യം ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആദ്യത്തെ കൂട്ടുകാരൻ ഓർമ്മയുണ്ട? രാജാവിനിക്ക് ഫസ്റ്റ് വന്നിട്ട് പരിചയപ്പെട്ട ഒരു മനുഷ്യന് ആവാനാണ് ഇദ്ദേഹത്തിന് നാട്ടിൽ ചെറിയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിന് വലിയ പോസ്റ്റ് കൊടുത്തു, അദ്ദേഹത്തിന് വലിയ തന്റെ അടുത്ത കൂട്ടുകാരനായി ഉദ്യോഗത്തില്. അങ്ങനെ നാടുടനീളം വീഴുന്നു, നാടുട വാഴുകയാണ്, നാട്ടിൽ വലിയ വേഗാധിപതിയായി ജീവിക്കുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ശല്യം കൊണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹം പറഞ്ഞതേ നടക്കൂ. ആ ഇടക്ക് ഒരു വിഭാഗം ആളുകൾ ഇവരുടെ പിന്നാലെ കൂടി ബനു ഇസ്രായേലികൾ പറയുന്ന ഒരു വിഭാഗം ആളുകൾ. ബനു ഇസ്രായേൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, മഹാനായ സയ്യിദന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പാരമ്പര്യപ്പെട്ട മുസ്ലിമീങ്ങളായി തൗഹീദിൽ വിശ്വസിക്കുന്ന ആളുകളായ അവർ രാജാവിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ രാജാവിന് പ്രതിരോധവുമായി വന്നു. അങ്ങനെ ന്യൂനപക്ഷം വരുന്ന ചെറിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ അവരെല്ലാം മടക്കി പിരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്ത് അദ്ദേഹത്തിന്റെ ഏകാധിപത്യം ഞാനാണ് വലിയ റബ്ബ്, എന്നേക്കാളും വലിയ റബ്ബില്ല എന്ന് ജനങ്ങളോട് അടിച്ചമർത്താൻ തുടങ്ങി. ആ മനുഷ്യന്റെ പേരാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ ധിക്കാരി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഏതോ നാട്ടിൽ നിന്ന് വന്നു കൂടിയ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഫറോവമാരുടെ തലവനായി നിൽക്കുന്ന ഫിറോൻ, ഏറ്റവും വലിയ ചരിത്രത്തിലുള്ള ധിക്കാരി. അങ്ങനെ അദ്ദേഹം നാട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഈ ശല്യം സഹിക്കാൻ കഴിയാതെ ആമാന് പോയിട്ട് പറഞ്ഞു, മഹാരാജാവെ ചെറിയൊരു ഇളവ് കൊടുക്കണം ആളുകൾക്ക്. ഇങ്ങനെ ജനങ്ങൾ അടിച്ചമർത്തി ശല്യം ചെയ്താൽ നമുക്ക് രാജ്യം ഭരിക്കാൻ കഴിയൂല. ഇവിടെ ബനു ഇസ്രായേലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പരമ്പരാഗതമായി യാക്കൂബ് നബി അലൈഹി സ്വലാമിൽ നിന്ന് പ്രവാചകന്മാർ മുഖേന അവർ കണ്ടുപഠിച്ച ഒരു തൗഹീദിന്റെ പാഠമുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്. അതിനെ ഒറ്റടിക്ക് തകർത്താൽ നമുക്ക് തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരോട് ചെറിയ ഇളവ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ സമയത്ത് ഇത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഉടനെ ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. നാട്ടുകാരെ മുഴുവനും, ആമാനയടക്കം ഇദ്ദേഹത്തിന്റെ പ്രജകളെ അടക്കം ബനു ഇസ്രായേലുകളെ മുഴുവനും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമാണ് പിന്നീട് ഈ രാജാവ് നടക്കാൻ പോകുന്നത്. എന്തായിരുന്നു പിന്നീട് നടക്കുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ബഹുമാനപ്പെട്ട സയ്യിദന മൂസ നബി അലൈഹി സ്വലാമിന്റെ സർവ്വ പ്രവാചകന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾ പറയുന്ന സീറകൾ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാക്കണം റഹ്മാനെ. ചരിത്രത്തിൽ എത്രയോ ധിക്കാരികൾ കടന്നുപോയിട്ടുണ്ട്. ആ ധിക്കാരികളുടെ തലവനാണ് ഈ ഫിറഔൻ. ആ ഫിറഔനെ നീ നശിപ്പിച്ചതുപോലെ ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ പണിയെടുക്കുന്ന സർവ്വ കക്ഷികളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹു ചരിത്രത്തിൽ അവർക്ക് നീ പരാജയം കൊടുത്തത് അവരെ തകർക്കാൻ ചെറിയ ചെറിയ ശിക്ഷകളാണ് കൊടുത്തത്. റബ്ബേ, ജനങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അവർ നീ പരാജയപ്പെടുത്തിയതുപോലെ അല്ലാഹുവേ, അവരുടെ ആയിരത്തിലൊരു അയലത്തേക്ക് എത്താത്ത ധിക്കാരികളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതും രാജ്യത്ത് അക്രമം വഹിച്ചുവിടുന്നതും. അല്ലാഹുവിற்கு നീ പരാജയം കൊടുത്ത് മുസ്ലിം സമുദായത്തിന് ഇസ്സത്തും വിജയവും ഖിയാമത്ത് നാളോളം നിലനിർത്തി തരണം റഹ്മാനെ.